ആവർത്തിച്ച് പറയുന്നു 100 സീറ്റ് UDF കിട്ടും, UDF 100 സീറ്റ് കിട്ടുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? സതീശൻ പറയാൻ കാരണം കളവല്ലേ? സതീശന്റെ മുഖമുദ്ര നുണ പറയുക. രാവിലെ എഴുന്നേറ്റൊരു നുണ, പിന്നെ വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 9 നുണ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ജാഥയിൽ മുഴുവൻ നുണയല്ലേ പറഞ്ഞു, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നുണയല്ലേ? ഞങ്ങളതല്ല, ഓരോന്നോരോന്നായിട്ട് മറുപടി പറഞ്ഞിട്ടല്ലോ നമുക്ക്. ഇത് ഒന്നാമത്തെ നുണ, ഇതാണ് സത്യം. രണ്ടാമത്തെ നുണ, അതാണ് സത്യം. ഈ 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നതിൽ അവർക്ക് കുഴപ്പമുള്ളത്. അവർക്ക് എന്താ വല്ല സീറ്റ് കിട്ടാൻ വേണ്ടി പറയുന്ന? അവർ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം ടേം അധികാരത്തിൽ വരും. അതിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത്. 1-ാം ടേം കഴിഞ്ഞ് 2-ാം ടേമിലേക്ക് വരുന്നതിന് മുമ്പ് കേന്ദ്ര ഏജൻസികളെ കൂടി ഉപയോഗപ്പെടുത്തി ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രചാരങ്ങൾ നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. 99 സീറ്റാണ് കിട്ടിയത്. അതിനൊന്നും മറുപടിയില്ല. മറുപടി കേക്ക് ഇനി മറുപടി ഇല്ല എന്ന് പറഞ്ഞപ്പോ റിപ്പോർട്ടുകാരൻ പോയിട്ട് അത് ചോദ്യം ഞാൻ ഉന്നയിച്ചപ്പോ മറുപടി മാറി കാര്യം മാറി. അപ്പൊ അല്ലല്ല, ഞാൻ അതും കൂടി പറയട്ടെ. അതായത് മറുപടി ഇല്ല എന്ന് പറഞ്ഞാൽ മറുപടി അർഹിക്കുന്നില്ല എന്നാണ്. മറുപടി ഇല്ലായിട്ടല്ല, മറുപടിയെല്ലാം കൃത്യമായിട്ടുണ്ട്. മറുപടി ഓരോ നുണക്കും കൃത്യമായ മറുപടിയുണ്ട് ഞങ്ങൾക്ക്. അതില്ലാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിൽ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഇപ്പോൾ ആരാ മുഖ്യമന്ത്രി എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ലല്ലോ അവർ പറയുന്നത്. ഞങ്ങൾ ആദർശപരമായിട്ട് പറയുന്നില്ല എന്നാണ്. പറയാനില്ല. പറഞ്ഞല്ലോ, സുധാകരൻ പറഞ്ഞല്ലോ ആരാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആള്. സാധ്യതയില്ല എന്നുള്ളത് പറയാം. ഇനി അഥവാ സാധ്യതയുള്ള ആരാന്നാ പറഞ്ഞത്? സുധാകരൻ, കെ സുധാകരൻ പറഞ്ഞു നിൽക്കട്ടെ, ധൃതി പിടിക്കണ്ട. ആരെയാ പറഞ്ഞേ? സുധാകരൻ ആരെയാ പറഞ്ഞേ? പറ. ചെന്നിത്തല എന്താ പറയാൻ ഇത്ര മടി? രമേശ് ചെന്നിത്തല ആണ് തിരക്കില്ലാതെ മുഖ്യമന്ത്രി. പിന്നെ ആരാ പറഞ്ഞേ? PJ കുര്യൻ എന്താ പറഞ്ഞേ? കുര്യൻ എന്താ? ഇവരെല്ലാം വലിയ സീനിയർ നേതാക്കന്മാരല്ലേ കേരളത്തില്. എന്താ പറഞ്ഞേ? ആരാന്നാ പറഞ്ഞേ? ചെന്നിത്തല. കേക്ക് ആയിട്ടില്ല, ചെന്നിത്തലയാന്ന് പറഞ്ഞു. എന്താ കോൺഗ്രസ് നേതാക്കന്മാർ പലരും പറഞ്ഞത്? അക്കാര്യം മിണ്ടണ്ടെന്നാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു മിണ്ടാൻ പാടില്ല, മുഖ്യമന്ത്രി ആരാണെന്ന് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. KC വേണുഗോപാലൻ പറഞ്ഞാൽ പിന്നെ തീരുമാനിക്കാം. അതിന്റെ അർത്ഥം മൂപ്പർ തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾക്ക് എന്തിനാ കാര്യം? ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കേരളത്തിൽ ഒരു PB മെമ്പർ മാത്രമേ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അത് കേക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ ധൃതിപ്പെടണ്ട. അത് പിണറായി വിജയനാണ് തീരുമാനിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ 2 ടേം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരാളെ തീരുമാനിച്ചു എന്ന് വന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്. കേക്ക് അത് ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്. ആരാന്നാ ആന്നല്ലേ? അതോ അപ്പൊ അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിന്നീട് തീരുമാനിച്ചോളാം. അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അസംബന്ധം കളവിന്റെ വേറൊരു കാര്യം. അന്ന് RSS ആയിട്ട് മത്സരിക്കുന്നുണ്ടോ? അന്ന് അവർക്ക് സംഘടനയുണ്ടോ? അല്ല, അന്ന് ജനസംഘം ഉണ്ടോ? മറുപടി പറ. ഉണ്ടോ? ഇല്ലല്ലോ. അത് പറഞ്ഞോ. അപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ അത് ഉൾപ്പെടെ മനസ്സിലാക്കി പറയണം. അതെ, VD സതീശൻ കളവല്ലേ പറയാ, നുണയല്ലേ പറയാ. RSS ഒന്നും മത്സരിക്കുന്നില്ല. അന്ന് അവരുടെ സംഘടനയായിരുന്ന ജനസംഘം മത്സരിക്കുന്നില്ല. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി ഉള്ളത്. ഞങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും അടിയന്തരാവസ്ഥക്കെതിരായിട്ട്, അടിയന്തരാവസ്ഥയെ അറബിക്കടലിലാക്കാൻ അന്ന് എടുത്ത നിലപാട് യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾക്കും അതുപോലെ തന്നെ അമിതാധികാര ശക്തികൾക്കും ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യുന്ന ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരായിട്ട്, കോൺഗ്രസിന്റെ നിലപാടിനെതിരായിട്ട് എടുത്ത സമീപനമാണ്. അവർ പറയാതെ പറയുന്നത് ഞങ്ങൾ അടിയന്തരാവസ്ഥ ശക്തികളാണെന്നാണ് VD സതീശൻ പറയുന്നത്. അന്ന് ഒരു ജനാധിപത്യ അവകാശം കൊടുത്തിട്ടില്ല, ഒരു ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ അനുവദിച്ചിട്ടില്ല. ഇതായിരുന്നല്ലോ നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ സതീശന് മറുപടി പറയാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ്. ആ മറുപടിയാണ് ഞാൻ പറഞ്ഞത്.